ZR എന്നുള്ളൊരു മോഡലാണ് കേട്ടോ ഇത്. എൻ്റെ വൈഫിൻ്റെ വണ്ടിയാണ്, നമ്മുടെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. അടിപൊളി വണ്ടിയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ വണ്ടിക്ക് ഒരു പോരായ്മ ഉണ്ട്, അതിനെ പറ്റിയിട്ടാണ് ഇതിനകത്ത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ തന്നെ കണ്ടോ, വണ്ടി ജസ്റ്റ് ഒന്ന് കീ ഓണാക്കി ഇൻഡിക്കേറ്റർ ഇട്ടാലേ ഈ ഒരു ബസ്സർ സൗണ്ട് കേൾക്കാമല്ലോ. ഓക്കെ ഗൈസ്, നിങ്ങളിപ്പോൾ ഈ കേട്ട ഒരു ഇൻഡിക്കേറ്ററിൻ്റെ സൗണ്ട് ഇല്ല, ഒരു ബസ്സറിൻ്റെ സൗണ്ട്, ശരിക്കും അങ്ങനെ ഒരു സൗണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടിയിൽ ഇല്ല. ഓക്കെ, അതിനെ പറ്റിയിട്ടൊന്ന് ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ്. അതിനു മുമ്പായിട്ട് ഞാൻ പറയട്ടെ, ഞാൻ ഉപയോഗിച്ചത് വെച്ചിട്ട് ഭയങ്കര ഒരു നല്ല വണ്ടിയാണ് യമഹ ZR. നമ്മൾ ആക്ച്വലി യമഹ ഫാമിലിയിലുള്ളതാണ്. ഞാൻ ഉപയോഗിക്കുന്നത് യമഹയുടെ ബൈക്കാണ്, FC ആണ്. എൻ്റെ മുമ്പ് ഇരുന്നത് യമഹയുടെ ബൈക്കാണ്. എൻ്റെ അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് യമഹയുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മളൊരു യമഹ ഫാമിലിയാണ്. യമഹയുടെ വണ്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കേട്ടോ. കിടിലൻ വണ്ടിയാണ്, പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഇപ്പോൾ എടുത്ത ഈ ZR എൻ്റെ വൈഫിന് വേണ്ടി എടുത്ത വണ്ടി, അത് അടിപൊളി വണ്ടിയാണ്. നല്ല ഫീച്ചേഴ്സും അടിപൊളി പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇതിനകത്ത് അവർ ഈ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ വെച്ചിട്ടില്ല. അപ്പോൾ നമ്മളൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ആക്ച്വലി സേഫ്റ്റി ആണല്ലോ നമുക്ക് എല്ലാവർക്കും പ്രധാനം എന്ന് പറയുന്നത്. ഇപ്പം ഇത്രയും വർഷം വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ട് പോലും പല സമയത്തും ഈ ഇൻഡിക്കേറ്റർ നമ്മൾ റൈറ്റിലോട്ടൊക്കെ തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിലും ശ്രദ്ധിച്ചത് ഓഫ് ആക്കേണ്ടതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ ഒന്ന് ഡീവിയേറ്റ് ആയി പോവുക, നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലോട്ട് നോക്കുകയോ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഇൻഡിക്കേറ്റർ കിടക്കുന്നത് ശ്രദ്ധിക്കണമെന്നില്ല. എനിക്കങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ, പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പറ്റിയിട്ട് പല ആൾക്കാരും എന്നെ വിളിച്ച് പറഞ്ഞ് ഇൻഡിക്കേറ്റർ കിടക്കണം എന്ന് പറഞ്ഞു. സൗണ്ടും ഇല്ല, വൈബ്രേഷനും ഇല്ല, ബസറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. ശരിക്കും അത് വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ പോകത്തില്ലേ. സോ എനിക്ക് പറയാനുള്ളത് ഇതാണ്, വണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ബസറും കൂടെ തരണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ സർവീസിന് പോയ സമയത്ത് ഞാൻ അവിടുത്തെ ടെക്നീഷ്യൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ബസർ പ്രൊവൈഡ് ചെയ്യാത്തത്? അപ്പോൾ അവർ പറയുന്നത് ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പിൽ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്കൊന്നും തന്നെ ബസറില്ല. അത് അവരുടെ എന്ന് വെച്ചാൽ ഇവരുടെ വെൻഡേഴ്സ് ഉണ്ടല്ലോ, മേ ബി ഈ ബസറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വണ്ടിക്കകത്തുള്ള ടോട്ടലായിട്ടുള്ള ഇലക്ട്രിക് സർക്യൂട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കേടുപാട് വരാനായിട്ട് സാധ്യതകളുണ്ട്. മോശം ക്വാളിറ്റിയിലുള്ള ബസ്സേഴ്സും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നതെങ്കിൽ അതിനകത്തുള്ള ചില സർക്യൂട്ടുകൾ തന്നെ 11,000 രൂപയൊക്കെ വിലയുള്ള സാധനങ്ങളൊക്കെയാണ് അതിനകത്ത് ഇരിക്കുന്നത്. സോ ഇത് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോകും. അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ ടൈപ്പ് വണ്ടികൾക്കകത്ത് ഇവർ ബസർ വെക്കാത്തത് എന്നാണ് പറഞ്ഞത്. സോ ഞാനിപ്പോൾ ചെയ്ത് എന്താണെന്ന് അറിയാമോ, സർവീസ് സെന്ററിൽ ഓതറൈസ്ഡ് യമഹയുടെ സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ 70 രൂപ മുടക്കി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് കമ്പനി സാധനം വെച്ച് തരും, ഈ ബസർ വെച്ച് തരും. സെറ്റല്ലേ? സോ അതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ആരെങ്കിലും അതിൽ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടൈപ്പ് വണ്ടികൾ യമഹയുടെ വണ്ടികൾക്ക് അത് ബസർ വെക്കണമെങ്കിൽ നിങ്ങൾ സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. 70 റുപ്പീസിൻ്റെ കേസേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്കത് വർത്തായിട്ട് മാറും.